എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു പേഴ്സണൽ ബ്രാൻഡായി എങ്ങനെ മാറാം എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രധാനമായും ഒരു 8 ടിപ്സാണ് ടീമിലുള്ള ആളുകളോടൊക്കെ ആയിട്ട് പറയാനുള്ളത്. ഈ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്ന കാര്യം സെലിബ്രിറ്റീസിനും വലിയ ഇൻഫ്ലുവൻസേഴ്സിനും മാത്രം അവകാശപ്പെടാവുന്ന കാര്യമായിട്ടാണ്. എന്നാൽ അങ്ങനെയല്ല. ഇന്നത് പ്രൊഫഷണൽസ് ആയിക്കോട്ടെ, ഓൺട്രപ്രണേഴ്സ് ആയിക്കോട്ടെ, ജോലി അന്വേഷിക്കുന്നവരാവട്ടെ, ഏതൊരാൾക്കും ശരിക്കും ഒരു പോസിറ്റീവ് ഇംപ്രഷൻ അവരുടെ പേഴ്സണലും പ്രൊഫഷണലും ആയിട്ടുള്ള ജീവിതത്തെ പറ്റി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്താൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കാനും ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്ന പല ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇതിനുവേണ്ടി പരിശ്രമിക്കുക. ശ്രദ്ധിക്കേണ്ട 8 കാര്യങ്ങളിൽ ആദ്യത്തേത് ഐഡൻറ്റിറ്റിയാണ്. ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ്, നമ്മുടെ വാല്യൂസ് എന്താണ്, നമ്മുടെ പാഷൻ എന്താണ്, നമ്മൾ എന്താണ് യുണീക്കായിട്ടുള്ളത്, ഇതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി ക്രിയേഷനിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മുടെ വേഷവിധാനത്തിലായിരിക്കും, നമ്മുടെ അപ്പിയറൻസിലായിരിക്കും, നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ശൈലിയിലായിരിക്കും. എന്തിലും ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം കൺസിസ്റ്റൻസിയാണ്. പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് പലരും പല പരിശ്രമങ്ങൾ തുടങ്ങി വയ്ക്കാറുണ്ട്. പക്ഷേ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്, അത് ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ, നമ്മളൊരു ശക്തമായ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിലും ഒരു കൺസിസ്റ്റൻസി വേണം. അതിപ്പോൾ എഴുതുന്ന ആളുകളുണ്ട്, വീഡിയോ പ്രസൻറ്റേഷൻസ് ചെയ്യുന്ന ആളുകളുണ്ട്, പലതരത്തിൽ പല ആക്ടിവിറ്റിയിലൂടെ പരിശ്രമങ്ങൾ നടത്തുന്നവരുണ്ട്. എല്ലാവരും ആ ഒരു കൺസിസ്റ്റൻസി പേഴ്സണൽ ബ്രാൻഡുമായിട്ട് വെൽ കണക്റ്റഡ് ആണ്. മൂന്നാമത്തെ കാര്യം എക്സ്പെർട്ടൈസാണ്. നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡായി മാറണമെങ്കിൽ നമ്മളുടെ മേഖല എന്താണോ അതിലുള്ള ആ ഡൊമൈനിലുള്ള നോളജും എക്സ്പെർട്ടൈസും നമ്മൾ ശരിക്കും ഒന്ന് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അത് മറ്റുള്ളവരിലേക്ക് ഭംഗിയായി എത്തിക്കുകയും വേണം. അവിടെയുള്ള ക്ലാരിറ്റി, കോൺഫിഡൻസ്, ക്വാളിറ്റി, ഇതൊക്കെ തീർച്ചയായിട്ടും, അതായത് ഈ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് പേഴ്സണൽ ബ്രാൻഡിലേക്ക് വളരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. അതിന് ലേണിംഗ് നിർബന്ധമാണ്. അടുത്ത കാര്യം റെപ്യൂട്ടേഷനാണ്. നമ്മുടെ റെപ്യൂട്ടേഷൻ എങ്ങനെ നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നു, അതായത് ഒരു പോസിറ്റീവ് റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ബ്രാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത് മാത്രമല്ല, എന്ത് ചെയ്യുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വളരെ കഷ്ടപ്പെട്ടൊരു റെപ്യൂട്ടേഷൻ ബിൽഡപ്പ് ചെയ്ത് വരുമ്പോഴായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അതിനെ ബാധിക്കുന്ന അവസ്ഥ വരുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ സെൻസിറ്റീവായി എടുത്തുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് സ്വീകാര്യമായ രൂപത്തിൽ ഒരു റെപ്യൂട്ടേഷൻ ബിൽഡപ്പ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അടുത്തത് ഓൺലൈൻ പ്രസൻസാണ്. തീർച്ചയായിട്ടും ഇന്നൊരു ഡിജിറ്റൽ യുഗമായതുകൊണ്ട് തന്നെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡിങ്ങിൻ്റെ അകത്ത് സോഷ്യൽ മീഡിയയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിപ്പോൾ വ്ളോഗുകൾ, മറ്റുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, പോഡ്കാസ്റ്റുകൾ, പല രൂപേണ നല്ല ഒരു ഓൺലൈൻ പ്രസൻസ് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു ഫാസ്റ്റ് കമ്മറായി ആളുകളുടെ ഉള്ളിലേക്ക് എത്തുന്നതായിട്ട് കാണാം. ചില ആളുകൾ വർഷങ്ങളായിട്ട് 20, 25, 30 വർഷത്തെയും ബിസിനസ്സിലായിക്കോട്ടെ പ്രൊഫഷണൽ രംഗത്തുള്ള എക്സ്പീരിയൻസിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധങ്ങളാണ് ഇന്ന് ന്യൂ കമ്മേഴ്സ് വളരെ വേഗതയിൽ ഓൺലൈനിലൂടെ നേടിയെടുക്കുന്നത്. അപ്പോൾ ഓൺലൈൻ പ്രസൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് മെസ്സേജസ് ആണ്. മെസ്സേജസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവരെന്ത് സന്ദേശമാണോ സമൂഹത്തിലേക്ക് അറിയിക്കുന്നത് അതിൻ്റെ അകത്ത് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി, അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, നമ്മളെ ഏത് വിഷയത്തിൽ ആധികാരികത കാണിക്കാൻ പേഴ്സണൽ ബ്രാൻഡായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാവേണ്ട ക്വാളിറ്റി. ദെൻ വാല്യൂ പ്രപ്പോസിഷനാണ് അടുത്തത്. അതായത് നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മളുമായിട്ട് സംവേദിക്കുന്ന ആളുകൾക്ക് എന്ത് വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്, എന്ത് മൂല്യമാണ് കൊടുക്കുന്നത്, നമ്മുടെ നോളജിലൂടെ, നമ്മുടെ ഇൻസ്പിറേഷനിലൂടെ, നമ്മൾ എൻ്റർടൈൻമെൻറ്റായിട്ട്, ചിലപ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനായിട്ട് ഏത് തരത്തിലും ഒരു മൂല്യം ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകൾക്ക് ആ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഫൈനലി പറയാനുള്ളത് ഒതൻറ്റിസിറ്റിയെ പറ്റിയാണ്. ആധികാരികത. ഒരു പേഴ്സണൽ ബ്രാൻഡായി മാറണമെങ്കിൽ നമ്മുടെ മേഖല എന്താണോ അതിൽ ഒതൻറ്റിക് ആകുക എന്നുള്ളതാണ്. അല്പം മുമ്പ് ഞാൻ പഠനത്തെപ്പറ്റി പറഞ്ഞു, അത് തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത്. അപ്ഡേറ്റഡ് ആകുക, ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള വിവരങ്ങളും ആളുകളിലേക്ക് കൂടുതലായിട്ട് എത്തിക്കുക. നമ്മൾ ആ ഒരു വാല്യൂ ആളുകൾക്ക്, അതായത് അവരെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടായാൽ കൂടുതൽ ഫോളോവേഴ്സൊക്കെ നമുക്ക് ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള വ്യക്തിത്വമായി മാറാൻ സാധിക്കുക. അപ്പോൾ ഈ 8 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് മോശം ഒരു ഏരിയ ആയിട്ട്, അല്ലെങ്കിൽ അതൊക്കെ ഒരു എന്താ പറയുക പൊക്കിത്തരം കാണിക്കല്ലേ എന്നൊന്നും ചിന്തിക്കരുത്. കാരണം നമ്മളൊരു ബ്രാൻഡായി മാറുമ്പോൾ അതിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ത് തന്നെയായാലും, നമ്മുടെ കർമ്മമേഖല എന്ത് തന്നെയാണെങ്കിലും അതിന് കിട്ടുന്ന ഒരു ഗ്രോത്ത് ഉണ്ട്. അത് നല്ല രീതിയിൽ കാണുക. അതിനുവേണ്ടി ആത്മാർത്ഥമായൊരു പരിശ്രമം നടത്തിയാൽ വളരെ നന്നായിരിക്കും. താങ്ക് യു.